നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുന്ന നേതാക്കളുടെ ഭാവി സാധ്യതകൾ വിശകലനം ചെയ്യുന്ന നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MV ഗോവിന്ദനെ വിലയിരുത്തണമെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് പറയേണ്ടി വരും. കോടിയേരിയുടെ അകാല വിയോഗത്തെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളിയും ഈ താരതമ്യമാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മാരകമായ കോംബോ ആയിരുന്നു അത്. സമീപനത്തിലും സംസാരത്തിലും പ്രവർത്തന ശൈലിയിലുമൊക്കെ വ്യത്യസ്തരായ രണ്ടു നേതാക്കൾ. പക്ഷേ പരസ്പരം അത്രത്തോളം തിരിച്ചറിഞ്ഞ് ഒരേ മനസ്സോടെ പ്രവർത്തിച്ച രണ്ട് പ്രധാന നേതാക്കൾ സമീപകാലത്ത് കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിൽ BJPയുടെ ശക്തി നരേന്ദ്രമോദിയും അമിത്ഷായും ചേരുന്ന കോംബോ എന്ന് പറയും പോലെ കേരളത്തിൽ CPMൻ്റെ ശക്തിയായിരുന്നു പിണറായിയും കോടിയേരിയും ചേരുന്ന കോംബോ. കോടിയേരിയുടെ പിൻഗാമിയെയാണ് കണ്ണൂർ കളരിയിൽ നിന്ന് തന്നെയുള്ള MV ഗോവിന്ദൻ്റെ വരവ്. പാർട്ടി ക്ലാസുകൾ നന്നായി എടുക്കുന്ന സൈദ്ധാന്തിക വിഷയങ്ങളിൽ ആഴത്തിൽ അവഗാഹമുള്ള കാര്യമായ പഴിയോ പിഴവോ ഇല്ലാത്ത നേതാവ്. CPM അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നും അകന്നു പോകുന്നുവെന്ന് ആകുലപ്പെട്ട വലിയൊരു വിഭാഗം അണികൾ പ്രതീക്ഷയോടെയാണ് MV ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറി ചുമതലയെ കണ്ടത്. ഭരണത്തിലിരിക്കുന്ന കാലത്ത് സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് പാർട്ടി സെക്രട്ടറിയുടെ വെല്ലുവിളി. അതിന് പ്രായോഗിക രാഷ്ട്രീയ അടവു തന്ത്രങ്ങൾ പലതും പയറ്റേണ്ടിയും വരും. അത്തരം നീക്കങ്ങളിൽ അനധിസാധാരണമായ മികവുണ്ടായിരുന്ന കോടിയേരിയുമായി നിരന്തരം താരതമ്യത്തിന് വിധേയനാകുന്നു എന്ന വെല്ലുവിളിക്ക് മുന്നിലാണ് സെക്രട്ടറി പദവി ഏറ്റെടുത്ത കാലം മുതൽ MV ഗോവിന്ദൻ. പാർട്ടിയോ സർക്കാരോ പ്രതിരോധത്തിലാവുന്ന ഘട്ടങ്ങളിൽ ചർച്ചാ വിഷയം വഴിതിരിച്ചു വിടുക എന്നത് രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ അതിനു ശ്രമിച്ച പല ഘട്ടങ്ങളിലും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ വന്നു ഭവിച്ചത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇനിയും സമയം ബാക്കിയുള്ള MV ഗോവിന്ദനെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയെല്ലാം ബാധിക്കാം എന്ന സാധ്യതകൾ പരിശോധിക്കാം. സാധ്യത 1, ഇടതുമുന്നണിക്ക് മികച്ച വിജയമുണ്ടാകുന്നു. ഇടതുമുന്നണിക്ക് മികച്ച വിജയം നേടാനായാൽ അതിൻ്റെ ക്രെഡിറ്റ് MV ഗോവിന്ദന് കൂടി ലഭിക്കും. കണ്ണൂരിലെ ഉൾപാർട്ടി സമവാക്യത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും കരുത്തനായി തന്നെ നിലനിൽക്കാനാകും. സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കാനും സർക്കാർ തീരുമാനങ്ങളെ നിയന്ത്രിക്കാനും അടക്കം കഴിയും. വരുന്ന സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറിയായി തുടരാനും കഴിയും. ജയിച്ചു വന്നാൽ ഭാര്യ PK ശ്യാമളയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി സാധ്യത 2, ഇടതുമുന്നണിക്ക് പരാജയമുണ്ടാകുന്നു. ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിൻ്റെ മുഖ്യ ഉത്തരവാദിത്തം പിണറായി വിജയനാണെങ്കിലും മുഖ്യ പഴി കേൾക്കേണ്ടി വരിക MV ഗോവിന്ദനാവും. പിണറായി വിജയനെ നേരിട്ട് കുറ്റപ്പെടുത്താൻ പ്രയാസമുള്ള നിരവധി നേതാക്കളുണ്ട്. അവരടക്കം സർവ്വ പഴിയും ചുമത്തുക MV ഗോവിന്ദന് മേലാകും. കോടിയേരിയെ പോലെ ഒരു സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ ഗോവിന്ദന് കഴിയാതിരുന്നതാണ് പാർട്ടിയുടെ പരാജയ കാരണം എന്നുപോലും വ്യാഖ്യാനങ്ങളുണ്ടാകാം. ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ചതു മുതൽ കണ്ണൂരിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിടാനുണ്ടായ സാഹചര്യവും അവർ വിമതരായി മത്സരിക്കാനുണ്ടായ സാഹചര്യവുമൊക്കെ MV ഗോവിന്ദൻ എന്ന ഒറ്റ നേതാവിൻ്റെ പിഴവായി വ്യാഖ്യാനിക്കപ്പെടും. പരമാവധി പോയാൽ അടുത്ത സംസ്ഥാന സമ്മേളനം വരെ പാർട്ടി സെക്രട്ടറി സ്ഥാനം നിലനിർത്താനായേക്കാം. ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ഒഴിയേണ്ടിയും വന്നേക്കാം. ഇനിയാണ് പ്രധാനം. സാധ്യത 3, കണ്ണൂരിലെ ഇടതു പാർട്ടികളുടെ പ്രകടനം. MV ഗോവിന്ദനെ സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ സംസ്ഥാനതല പ്രകടനം പോലെയോ അതിനപ്പുറമോ പ്രധാനമാണ് കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളും ഭൂരിപക്ഷ കണക്കും വരെ. കണ്ണൂർ ജില്ലയിലെ CPMന് മികച്ച വിജയം ആവർത്തിക്കാനായാൽ ഇനി ഒരു വേള സംസ്ഥാന തലത്തിൽ പരാജയം നേരിട്ടാലും MV ഗോവിന്ദന് പിടിച്ചു നിൽക്കാം. പക്ഷേ കണ്ണൂരിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടാൽ അതിന് തോൽവി മാത്രമല്ല, പ്രധാന മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം വല്ലാതെ കുറയുന്ന അവസ്ഥ വന്നാൽ പോലും MV ഗോവിന്ദന് മേൽ ചോദ്യങ്ങൾ വരും. പിണറായിയോട് നേരിട്ട് ചോദിക്കാനും വിമർശിക്കാനും മടിക്കുന്ന സർവ്വ ചോദ്യങ്ങളും വിമർശനങ്ങളും ഗോവിന്ദന് നേരിടേണ്ടി വരും. അങ്ങനെ വന്നാലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് വരുന്ന ടേം തുടരാനാവണം എന്നില്ല. ഇടതുമുന്നണി തുടർഭരണവും കണ്ണൂരിൽ പാർട്ടിക്ക് മികച്ച വിജയവും നേടാനായെങ്കിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രമേ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും അടുത്ത ഊഴം കൂടി MV ഗോവിന്ദന് ലഭിക്കൂ. ഫലം മറിച്ചാണെങ്കിൽ കേരള CPMൽ MV ഗോവിന്ദൻ്റെ കാലം കൂടിയാവും അവസാനിക്കുക. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സാധ്യതകളാണ് MV ഗോവിന്ദൻ എന്ന നേതാവിന് മുന്നിലുള്ളത്. ഇതിൽ ഏതു സാധ്യതയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നറിയാൻ വോട്ടെണ്ണും വരെ നമുക്കും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.